അമ്മയ്ക്ക് പ്രായമായി വന്നപ്പോൾ തൊട്ടുള്ള എൻ്റെ സംശയമാണ്. എനിക്കെന്തെങ്കിലും വന്നാൽ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ എത്രത്തോളം കിടന്ന് കഷ്ടപ്പെടണം. എൻ്റെ കാര്യം നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, പിന്നെ ഇപ്പോൾ നമ്മുടെ കുറേ പട്ടിക്കുട്ടന്മാരുണ്ട്, അവരുടെ കാര്യം നോക്കണം. അങ്ങനെ ആകെ വിഷമമുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ നന്ദപ്പൻ അറിവായി. അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു തുടങ്ങി. അപ്പം തൊട്ട് എനിക്ക് ആ ടെൻഷൻ പതിയെ പതിയെ മാറി തുടങ്ങി. ഞാനൊരു കുഞ്ഞമ്മയെ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും നന്ദപ്പൻ അത്യാവശ്യം വീട്ടിൽ തൂത്തുവാരി പാത്രം കഴുകി തുണിയൊക്കെ കഴുകി എന്ന് അമ്മ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അവിടെ കിടക്കുമ്പോഴും എൻ്റെ വെപ്രാളം എൻ്റെ നന്ദപ്പൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അവനെല്ലാം സ്വയമേ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു വല്ലാത്തൊരു മൊമെൻ്റായിരുന്നു അത്. അതുപോലെ പിന്നെ വളരെ വളരെ എല്ലാം ചെയ്യാൻ തുടങ്ങി. പാചകം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അറിയുന്ന രീതിയിലെല്ലാം ചെയ്യും. പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇച്ചിരി വയ്യായ്കയുണ്ട്, റെസ്റ്റ് എടുക്കണം. ഒന്നിനും ആരുമില്ല. അമ്മ 2-3 ദിവസം ഉണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ വയ്യ, ഉണ്ടായിരുന്നിട്ടും കാര്യമില്ല. എങ്കിലും അമ്മയും ഇല്ല, ആരുമില്ല. പിന്നെ നമ്മളെ താരം അവിടെ പിണങ്ങി മാറി നിൽപ്പുണ്ട് കേട്ടോ. താരത്തിന് ഇന്ന് കലിപ്പിലാണ്, അതുകൊണ്ട് താരവും വന്നില്ല ഒന്നിനും. ആകെ ഒരു വിഷമമായിട്ട് ഞാൻ ഇനിയിപ്പോൾ അമ്മ വന്നാൽ കൂടി വീടിനകത്തുള്ള കാര്യങ്ങളൊക്കെ ആകെ പെട്ടു പോകൂലേ. അമ്മ വീടിനകത്തൊന്നും കയറത്തില്ല. എന്നെ നന്ദപ്പൻ എല്ലാം ചെയ്തു. എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അങ്ങനെയൊക്കെ സഹായിച്ചു. ഇത് കണ്ടിട്ട് നിങ്ങളാരും ഇനി നിങ്ങളെ മക്കളോട് ഇത് കണ്ട് പഠിക്കടാ എന്ന് പറയരുത്, അല്ലെങ്കിൽ കണ്ട് പഠിക്കടി എന്ന് പറയരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കുഞ്ഞു മക്കൾക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. സാഹചര്യമാണ് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. നന്ദപ്പൻ അറിയാം ഇവിടുത്തെ സാഹചര്യം മോശമാണ്, അമ്മയെ കൊണ്ട് പറ്റില്ല, അമ്മയെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മ ഇത് കയറി ചെയ്താൽ അമ്മ കിടപ്പിലായിപ്പോവും. എല്ലാം അറിയാമെന്നുള്ളതുകൊണ്ട് അവൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ മോശമാണ് കേട്ടോ.